കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ആട്ടിടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒത്തിരിയേറെ സന്തോഷത്തോടെ വീണ്ടും ഒരു പുതിയൊരു പ്രഭാതത്തിൽ, അതുപോലെ പുതിയൊരു ഒരു പുതുവർഷത്തിൻ്റെ പുലരിയിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് നന്ദി പറയാൻ 2025 അവസാനിച്ച് ഒത്തിരിയേറെ പ്രതീക്ഷകളോടെ നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ദൈവാനുഗ്രഹം സമൃദ്ധമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ഇന്ന് തിരുസഭയിൽ ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി വണങ്ങുന്ന തിരുനാളാണെന്ന്. അപ്പോൾ പ്രത്യേകമായിട്ട് തുടക്കത്തിൽ തന്നെ ഈ ഒരു തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. അതുപോലെ പുതുവർഷത്തിൽ ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളിന്ന് വായനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വായനയിൽ ഒന്നാമത്തെ വായന സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഒരു പുരോഹിതൻ എപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. പുരോഹിതൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. വലിയ നീണ്ട പ്രാർത്ഥനകളല്ല ദൈവം പറഞ്ഞു വയ്ക്കുക. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. 3 കാര്യങ്ങളെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അതായത് എപ്രകാരമാണ് ഇസ്രായേൽ ജനതയെ അനുഗ്രഹിക്കേണ്ടത്. ഒന്നാമത് പറയുന്നത് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അതായത് ദൈവമാണ് ദൈവജനത്തെ നയിക്കുന്നതെന്നും ദൈവജനത്തെ പരിപാലിക്കുന്നതെന്നുള്ള വലിയ ബോധ്യം, അതായത് ആ ഒരു വലിയ പരിപാലന നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഒന്നാമത്തെ കാര്യം പറയുകയാണ്. രണ്ടാമതായിട്ട് അവിടുന്ന് നിന്നെ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. അതായത് ദൈവത്തിൻ്റെ കരുണ സമർത്ഥമായിട്ട് ലഭിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു പുരോഹിതൻ്റെ പ്രാർത്ഥനയിലുണ്ട്. എപ്രകാരമാണ് ഇസ്രായേൽ ജനത്തെ ഒരു പുരോഹിതൻ ആശീർവദിച്ചിരുന്നത്. അതായത് ദൈവത്തിൻ്റെ പരിപാലന എപ്പോഴും ഉണ്ടാകണം, ദൈവത്തിൻ്റെ കരുണ എപ്പോഴും ഉണ്ടാകണം, ദൈവം നൽകുന്ന സമാധാനം എപ്പോഴും അവിടെ നിലനിൽക്കണം. പ്രിയപ്പെട്ടവർ, ഇതുതന്നെയാണ് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതായത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. രണ്ടാമത്തെ വായന നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയും, നമ്മളെല്ലാവരും സാധാരണ ജീവിതങ്ങളല്ല, മറിച്ച് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പിതാവേ അബ്ബ എന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ അബ്ബ പിതാവ് എന്ന് വിളിക്കാനുള്ള വലിയ യോഗ്യത ദൈവം നമുക്കൊരുക്കി തന്നു. ഈശോ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെയൊക്കെ പ്രധാന ലക്ഷ്യം നമ്മളെയൊക്കെ ദൈവമക്കളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ദൈവത്തോട് കൂടെ വസിക്കുന്ന അവകാശികളായ ദൈവമക്കളായി നമ്മളെ ഓരോരുത്തരെയും മാറ്റുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മുടെയൊക്കെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ സാധാരണ പോലെ ഈ ഒരു ജീവിതം ജീവിച്ചു തീർക്കേണ്ടവരല്ല, മറിച്ച് ദൈവമക്കളുടെ ആ ഒരു അവകാശത്തോടെ ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുക, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭയിൽ എഫേസൂസ് സൂനഗദോസിലാണ് ഈ ഒരു വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത്. ഇതിനുശേഷം ഒത്തിരിയേറെ വിവാദങ്ങളും അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഭയുടെ ആ ഒരു വലിയ സ്റ്റാൻഡ് വളരെ ക്ലിയറായിരുന്നു. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈശോയുടെ അമ്മയാണ് എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1:46 നമ്മൾ കാണുന്നത്. എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുക. എൻ്റെ കർത്താവിൻ്റെ അമ്മ, അതായത് ആ ഒരു വലിയ അഭിസംബോധന തന്നെ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുനാളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതങ്ങളും ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുന്ന ജീവിതങ്ങളായിട്ട് മാറും. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കാനും നന്മ പറയാനൊക്കെയുള്ള ഒരു അവസരം നമുക്കുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതം, ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതങ്ങളെ മാനിക്കും, ബഹുമാനിക്കും, അതിനെ നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തുമെന്നുള്ളത് നമ്മൾ വചനത്തിലൂടെ കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും പ്രാർത്ഥനയിൽ ദൈവത്തോട് ഐക്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ കരുണയിലും അതുപോലെ പരിപാലനയിലും ആശ്രയം വയ്ക്കുന്നവരായിട്ട് മാറും. പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ സ്വാധീനത്തെയും പണത്തെയും അതുപോലെ തന്നെ നമ്മുടെ ബിരുദങ്ങളെയൊക്കെ പലപ്പോഴും ആശ്രയിക്കാറുണ്ട്. പക്ഷെ ഇതിനേക്കാൾ ഉപരിയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒത്തിരിയേറെ പ്രതീക്ഷയോടെ നമ്മുടെ കുറവുകളും ബലഹീനതകളും ഒക്കെ നമ്മൾ മാറ്റിവെച്ച് വീണ്ടും കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അവിടെയൊക്കെ ദൈവാനുഗ്രഹം സമർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലിയിൽ അതിനുവേണ്ട എല്ലാ കൃപയും അഭിഷേകവും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.